MyG presents Tamasha Bazaar, powered by Jipro Amazing Ceiling Designs. ഇനി എന്ത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എവിടെന്ന് കഴിച്ചു തുടങ്ങണം എന്നാണ് ആലോചിക്കുന്നത്. പാപ്പിച്ച, ഞാനേ നമ്മുടെ ഈ പഴയകാല ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് കണ്ട് കൊതിവെള്ളം ഇറക്കുന്നാന്ന്. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടാ. അത് മേക്കപ്പിന്റെ ആയിരിക്കുള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ പാർലറിലെ മേക്കപ്പ് ഇടല്ലേ നിങ്ങൾ, അത് യൂസ് ചെയ്യുമ്പോഴല്ലേ ഈ ചൊറിയണത്. ഇതിന്റെ പാപ്പിച്ച, ഞാൻ ഇവിടെ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ നിങ്ങൾ കേക്ക്. സീരിയസ് ആണ്. അതായത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലം. സ്കൂളിൽ പഠിക്കലാണ്, പിന്നെ നമ്മളെ കളക്കാനാ പോയത്. ഞാൻ ഇവിടെ കാര്യമായിട്ട് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇടയ്ക്കറി ഒന്ന് കിളക്കല്ലേ. തമാശ കളിക്കല്ലേ. അതെ, ജെനി പറയുന്നത്. അതായത് പണ്ട് ഈ +2 പഠിച്ചുകൊണ്ടിരുന്ന സമയം. എങ്ങനെ? 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം. എന്തോ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം. അത് ഉറപ്പിക്കാമോ? ഇച്ചിരി ഓവറാണ്, എന്നാലും നല്ല ഉറപ്പിക്കാല്ലടാ. അതായത് ഞങ്ങളുടെ ഈ 96 ബാച്ച്. ഈ 96 എന്ന് പറയുമ്പോ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ? എവിടെ 6, 3, 9 പിള്ളേരല്ലേ ഉള്ളൂ. ഞാൻ അന്നേ ഭയങ്കര കുസൃതിയായിരുന്നേ. പ്രേമലേഖനമൊക്കെ എഴുതി കൊടുക്കുമായിരുന്നു. എടാ, ഇപ്പോഴും കാലഘട്ടം മാറിയതുള്ളൂ. കയ്യിരിപ്പൊക്കെ അത് തന്നെ. ലവ് ലെറ്റർ കൊടുക്കണ കേസേ. അല്ല, ഇത് നമ്മളെ കടയിലെ കേക്ക് അല്ലല്ലോ. എങ്ങനെ കണ്ടുപിടിച്ചു? അല്ല, അറിഞ്ഞുകൊണ്ടാരും സൈനൈഡ് കഴിക്കൂലല്ലോ. ഇതൊക്കെ പെടയാന്ന്. അത് കഴിക്കാൻ പാടില്ല. എനിക്ക് ഇറങ്ങിയല്ലേ എന്റെ ബേബി കുഞ്ഞ്, ഇവളുടെ പഴയ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കഴിക്കാൻ വേണ്ടി മേടിച്ചു വെച്ചാണ്. അപ്പൊ ഇവിടെ ഒരുപാട് ഗേൾസിനെ പ്രതീക്ഷിക്കാവല്ലേ? ഗേൾസിനെയും ഗേൾസിന്റെ ഹസ്ബൻഡ്സിനെയും പ്രതീക്ഷിക്കാം. അപ്പൊ നല്ല ഇരുത്തം വന്ന പ്രായം ചെന്ന ആൾക്കാരാണ്. ശരി, ശരിക്കും പറഞ്ഞാ ഈ പഴയ സ്കൂൾ ജീവിതം എന്നെല്ലാം പറഞ്ഞ ഓർമ്മിക്കുമ്പോ ഭയങ്കര രസമല്ലേ അല്ലേ? പക്ഷെ നീ അങ്ങനെ ഒരു രസം വരാൻ കാരണമില്ല. കാര്യം നീ സ്കൂളിൽ പോയിട്ടില്ലല്ലോ. അതല്ല, പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി പിന്നെ അങ്ങോട്ട് കയറണമെങ്കിൽ ഒരു കുറ്റം ചെയ്താൽ നമുക്ക് കയറാം. പക്ഷെ സ്കൂളിൽ പഠിച്ചിറങ്ങിയാ പിന്നെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ ഇപ്പോഴും സ്കൂളിൽ കയറുന്നുണ്ടല്ലോ. എന്റെ അയലോക്കത്തെ വീട്ടിലെ അമ്മണിയുടെ കൊച്ചിന്റെ ഈ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ ഞാനല്ലേ പോകുന്നത്. എന്ത് കാർഡ്? ഈ കാരണവന്മാര് പോയി ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരു കാർഡില്ലേ സ്കൂളിലൊക്കെ, പ്രോഗ്രസ് കാർഡ്. അത് ഒപ്പിടാൻ ഞാനല്ലേ പോകുന്നത്. ശരി, അപ്പൊ അമ്മയുടെ കൊച്ചിന് തന്തയില്ലേ? തന്തയില്ല, തന്തയാകുന്നോ? അതിപ്പോ തന്നെയായിട്ട് ഒരാളുണ്ടല്ലോ. എന്നാ അല്ല, ഞാൻ എന്റെ റമോ, എനിക്ക് എപ്പോഴും ഈ AC-യിൽ ഇങ്ങനെ ഇരുന്നിരുന്നേ പുറത്തേക്ക് ഇറങ്ങുമ്പോ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ആണോ? നാളെ മുതൽ ഒരു AC തല വെച്ചിട്ടേ ഈ ചുമന്നു നടന്നാ മതി, അപ്പൊ തണുപ്പടിക്കും. ഇവിടെ ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞോളൂ. ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു ഇത്രയും നേരം? ഫംഗ്ഷനോ? എന്ത് ഫംഗ്ഷൻ? റീയൂണിയൻ. എന്താണ് റീയൂണിയൻ? എന്തായി കാണിക്കുന്നത്? പിന്നെ യൂണിയന്റെ പരിപാടി നടക്കുമ്പോ 10 മുദ്രാവാക്യം വിളിക്കണ്ടേ? ഞാൻ തൊഴിലാളിയല്ലേ. എടാ, റീയൂണിയൻ എന്ന് പറഞ്ഞാൽ പണ്ട് പഠിച്ച ആൾക്കാരെല്ലാരും കൂടെ വീണ്ടും ഒത്തുകൂടുന്നു, അതാണ് റീയൂണിയൻ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ബേബിച്ച എനിക്കും വെക്കണം റീയൂണിയൻ. അയ്യോ, നിനക്ക് നീ റീയൂണിയൻ കൂടാൻ പറ്റിയല്ലേ മോളെ? നിന്റെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പൊ വാർദ്ധക്യ സഹജമായ അസുഖം വന്ന് കിടപ്പിലായിരിക്കും. അങ്ങനെ അവളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. അതെ, അതിനാടാ എന്റെ ഭാര്യയെ പറയുമ്പോ നിനക്ക് നോവുന്നതന്നെ. ചർമ്മം കണ്ടാൽ പ്രായം തോന്നിക്കില്ല. അയ്യോ, നീ യേശുവിന്റെ തിരുവത്താടെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? അതിന്റെ അകത്ത് ഒരേ ഇവളുണ്ട്. യുദാസ് ഇരിക്കുന്നില്ലേ, അതിന്റെ തൊട്ട് താരെ ഇരിക്കുന്ന യു ദാസി ഇവളാ. ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് കേട്ടോ. പിന്നെ അല്ലാതെ അവള് റീയൂണിയൻ ഉണ്ടാക്കാനായിട്ട് നടക്കുന്നു. കേക്ക് നിനക്ക് ഒരു മര്യാദ. ഇതിന് പേ പിടിച്ചേ കൊണ്ട കുത്തിവെപ്പീര്. എന്റെ റെമോ, ഇതാണ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. ഈ പൊട്ടത്തരം ഒന്നും നിങ്ങളൊന്നും മതിയാക്കോ ഇതേ. അതെ സുനിലേട്ടാ, എന്റെ ഫ്രണ്ട്സ് വരുമ്പോഴുണ്ടല്ലോ അവസരത്തിനൊത്ത മാതിരി ഒരു മ്യൂസിക് പ്ലേ ചെയ്യണം കേട്ടോ. അവസരത്തിനൊത്തല്ലേ? മറക്കല്ലേ. അപ്പൊ ജെനി അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ജെനി, എന്തായാലും ജെനിയുടെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നല്ലേ, അപ്പൊ നമ്മുടെ ഷോപ്പിൽ ഒരു സ്പെഷ്യൽ ഡിഷസ് ഒക്കെ റെഡി ആവുന്നുണ്ട്. അതിന്റെ ഒരു അവസാന മിനുക്ക് പണിയുണ്ട്. ശരി ശരി, ബീച്ചൊക്കെ ഓടിച്ചു വിടാനായിരിക്കും. അത് തരൂല്ലോ തനിക്ക്. ഞാൻ അവര് വരുമ്പോ വിളിച്ചോളാം. ആയിക്കോട്ടെ.
ജെനി ജെനി. അയ്യോ. ഫ്രണ്ട്സ് അല്ലേ? ദൈവമേ. എടി ജെനി നിനക്ക് ഒരു മാറ്റമല്ല, പണ്ടത്തെ പോലെ ഞാൻ മെന കെട്ട പെണ്ണ്. അളിയ എനിക്ക് ഓർമ്മണ്ടോ പണ്ട് നമ്മളെ ലാബ് ഉദ്ഘാടനത്തിന് MLA വന്നപ്പോ കഴിക്കാൻ വെച്ച ബീഫും പൊറോട്ട ഇവളെടുത്ത് കഴിച്ചു. അയ്യോ അതൊക്കെ കുട്ടിക്കാലത്ത് ഓരോരോ കുസൃതികളല്ലേ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ. പിന്നെ ഒരു ദിവസം ഉണ്ടല്ലോ. അയ്യോ, കേക്കത്തില്ല, പിന്നെ പറയാം. അത് വായടച്ച്. പിന്നെ എങ്ങനെയുണ്ട് നിന്റെ ബിസിനസ് ഒക്കെ? ബിസിനസ് ഒക്കെ ഭയങ്കര തിരക്കല്ലേ. അതെ അതെ അതെ, ഭയങ്കര തിരക്കാ. ഒരുപാട് പേര് തിരക്കാറുമുണ്ട്, തള്ളക്കി വിളിക്കാറുമുണ്ട്. എന്റെ ചുമ്മാ ഒന്നുമില്ല. അല്ല ജെനി, ഇതുവരെ അവനെ കുറിച്ച് ചോദിച്ചില്ല. എന്താ അതാരാ? ആരാ അത്? റാമിനെ കുറിച്ച്. അയ്യോ, റെമ്മിനെ കുറിച്ച് ഇവളോട് ചോദിച്ചിട്ട് കഥയില്ല. എന്നോട് ചോദിക്കണേ. എന്റെ കുപ്പി ഇരിക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരുന്നിട്ട് വെച്ച് അടിക്കാം. റമ്മല്ല, പിന്നെ റാം. അല്ല, ആരാ ഈ റാം? ഞങ്ങളത് വരെ അറിഞ്ഞിട്ടില്ലല്ലോ. ഒരു കാലത്ത് ഇവളുടെ എല്ലാമായിരുന്നു റാം. ഇളം കാറ്റിലാടി വരും മെല്ലെ തഴുകി അയ്യോ, പാവാണ്ട് ഫീൽ ചെയ്ത് പോകുന്നു. അയ്യോ. അയ്യോ, കഷ്ടം. വാ, നമുക്ക് സമാധാനിപ്പിക്കാം. വാ. എന്തു പറ്റി? എന്താ? ഏ? ഒന്നുമില്ല. അയ്യോ അല്ല, മുഖത്ത് എന്തോ ഉണ്ട്, ഒരു സങ്കടം കിടപ്പുണ്ട് മുഖത്ത്. ഉണ്ട്, സങ്കടം ഉണ്ട്. ജെനി ഉണ്ട്. എന്താ വേണം, എന്താ വേണം പറ്റിയത് എന്നോട് വേണം. ഒന്നുമില്ല, ഞങ്ങൾ ചോദിച്ചോളാം. ഒന്നുമില്ല. നെഞ്ചിരിച്ച് തകർക്കണം. അതെ, അതിനുശേഷം പിന്നെ അയാളെ കണ്ടിട്ടേ ഇല്ല. ഈ നിമിഷം വരെയും കണ്ടിട്ടില്ല. ചത്തുകെട്ട് പോയി കാണുമായിരിക്കും. ചുമ്മാ ഇരി പോയിട്ട്. അതെ, എനിക്കൊന്ന് കണ്ടാ മതി. അയ്യോ കാണാനായിട്ട് ഒരു മാർഗം ഇല്ലേ പുള്ളി? ഒന്നും. അയ്യോ, അവനിപ്പോ കല്യാണം കഴിച്ച് കുട്ടികളായിട്ട് ജീവിക്കല്ലേ. ആണാ? പിന്നെ അത് ശരി. ഒന്ന് വിളിച്ചു വരുത്ത് പ്ലീസ്, മേഡത്തിന് സങ്കടം മാറും. കുട്ടികളെ എടുക്കണ്ടെന്ന് പറയാം, അയാളായിട്ട് വന്നാ മതി. പിള്ളേരെ വേണ്ട, പുള്ളി തന്നെ ഒന്ന് വരാൻ പറ. എന്റെ മേഡത്തിന് പുള്ളി റാമിനെ ഒന്ന് വിളിക്കോ? നിങ്ങൾ അയാളെ ഒന്ന് വിളിക്കുന്നേ. ഹലോ, അയാളെ അല്ല, അയാൾ ഓവർ. അയാൾ അങ്ങനെ തന്നെ കടന്നോട്ടെ. മറ്റവനെ, റാമിനെ. ജെനി, എനിക്ക് ആളെ മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. മനസ്സിലായോ? എനിക്ക് സത്യമായിട്ട് മനസ്സിലായി. എനിക്ക് ജനിക്കാതെ പോയ എന്റെ റാമിന്റെ മോൻ. അയ്യോടാ, ഞാനൊന്ന് എടുത്തോട്ടെങ്കിൽ അതെ, ജെനി വിചാരിക്കണ പോലെ ഞാൻ രാമന്റെ മോനല്ല, റാം തന്നെയാ. സുനി, അതെ, അവസരം മുതലാക്കാനല്ല, അവസരത്തിനൊത്ത് പാട്ടിടാനാണ് ഞാൻ പറഞ്ഞത്. അടയ്ക്കാമരം പ്രതീക്ഷിച്ചിട്ട് വന്നത് അടയ്ക്കാ കുരുവിയായി പോയി. ഇവര് കുറെ കാലത്തിന് ശേഷം കാണുകയാണല്ലോ, അപ്പൊ ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കണ്ടോ? നമുക്കൊന്ന് മാറി നിന്നാലോ? നമുക്ക് ബാറിലേക്ക് പോകാം. ബാറില്ലെന്ന് മാറി പോകാവുന്നു. നമുക്കെന്നാ അങ്ങോട്ട് ഇരുന്നാലോ? ക്യാൻഡിൽ ലൈറ്റ് ഒക്കെ ഞാൻ ഈ ഗ്ലാസ് ഒന്ന് ഞാൻ മാറ്റിക്കോട്ടെ. എന്തിനാ? എനിക്ക് ഗ്ലാസ് മാത്രമേ കാണുന്നുള്ളൂ, റാമിനെ കാണുന്നില്ല. റാമിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. എങ്ങനെ തോന്നി? അങ്ങനെ ഇരുന്നപ്പോ അങ്ങ് തോന്നി. അല്ല, എന്നെ ഓർമ്മ വന്നില്ലേ?
അത് നമ്മൾ ഈ നൂഡിൽസ് ഒക്കെ കാണുമ്പോ ഇടിയപ്പത്തിന് ഓർക്കത്തില്ലല്ലോ. അങ്ങനെ കുട്ടികളൊക്കെ? കുട്ടികൾ 2 കുട്ടികൾ. 2 കുട്ടികളോ? അയ്യോ, അത് ഈ പരുവം തന്നെയാണോ? അല്ലല്ല, അവർക്ക് നല്ല പൊക്കുണ്ട്. 2 കുട്ടികൾ വിശ്വസിക്കാൻ പറ്റണില്ല. അത് ഈ ചെറിയ ചെറിയ വിത്തുകളിൽ നിന്നല്ലേ വലിയ പട് വൃഷ്ടികൾ ഉണ്ടാവുന്നു. അത് ശരിയാണ്. തൊടാൻ പാടില്ല. ഞാനും ഇപ്പൊ ഒരു കല്യാണമൊക്കെ കഴിച്ച് 2 കുട്ടികളൊക്കെ രക്ഷിതാവല്ലേ ഞാൻ. അപ്പൊ തൊടാൻ പാടില്ല. അതിനിപ്പോ എന്താ, നമ്മൾ 2 പേരും കൂടെ കൈയും പിടിച്ച് റോഡിൽ കൂടെ പോയ ആൾക്കാർ എന്ത് പറയും? എന്ത് പറയും? അമ്മയും മോനും കൂടി നടന്നു പോണോന്ന് പറയും. എന്നാ ഞാൻ ഇപ്പൊ കൊട്ടുന്ന. അയ്യോ, അങ്ങനെ പോവല്ലേ. ഞാൻ എന്റെ കൈയുണ്ടേ 2 വാ തരാം, അതൊന്ന് കഴിച്ചിട്ട് പോയാ മതി. കഴിച്ചിട്ട് പോണം. ഗുഡ് ബോയ്. സോനി, പാട്ട് വേണ്ട. എന്നാ ഞാൻ പൊക്കോട്ടെ? പോവാണോ? അപ്പൊ ജനി, എന്നാൽ ഞങ്ങൾ പോയിക്കോട്ടെ. ഓക്കെ. നീ ഇങ്ങനെ തിരിഞ്ഞു നോക്കാതെ ഒന്ന് പൊക്കൂടെ? അയ്യോ, കരയുവാണോ? അത്ര സ്നേഹമാണോ എന്നോട് ഇപ്പോഴും? അതുകൊണ്ടല്ല, ആ കേക്കിന് ക്രീം എടുത്ത് കണ്ണു തേച്ചിട്ട്. ബൈ ജനി. ജനി, ഞാൻ വല്ലപ്പോഴൊക്കെ കാണാൻ വരാം. ശരിക്കും? ശരിക്കും. നമ്മൾ ഇടയ്ക്കൊക്കെ കോടതി വിധിയെ മാനിക്കണ്ടേ? ആ. കൊറേ നേരം ഒന്ന് ഇങ്ങനെ കാണിച്ചുണ്ട് കൊടുത്താക്കട്ടെ. വേണ്ട, പാവല്ലേ ചെന്നി. ഇനി വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല, സംഭവിച്ചു പോയി. ഇനി കരഞ്ഞിട്ടൊക്കെ വല്ല കാര്യമുണ്ടോ? അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പറ്റിപ്പോയി, വിട്ടുകളാ. പാപ്പിച്ച, ഇത് സന്തോഷാശ്രമാണ്. സങ്കടം കൊണ്ട് കരഞ്ഞതല്ല. അത് കൊള്ളാം. അവന് പോലെ ഒരുത്തൻ ഇത്ര ചെറിയ ഇവനെ കെട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? നല്ലതല്ലേ ഇത് തലേന്ന് പോയത്? അല്ല, കെട്ടിയതിന് 2 ഗുണം ഉണ്ടായിരുന്നെ. ഭർത്താവായിട്ടും കാണാം, ഒരു കുട്ടിയായിട്ട് ലാളിക്കുകയും ചെയ്യായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല, സങ്കടമൊന്നുമില്ല. ഇല്ല. ഗസ്റ്റ് വരാൻ സമയമായി. ശരിയാണല്ലേ? ഇനിയൊന്നും ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ നടത്ത്. എന്തായാലും കേക്ക് ഒക്കെ ഉള്ളതല്ലേ, ഗസ്റ്റിനെങ്കിലും വിളിച്ച് ഗസ്റ്റിന് കൊടുക്കാം അല്ലേ? പിന്നെ അപ്പൊ നമുക്ക് ഗസ്റ്റിനെ വിളിക്കാം. ശരി. എടാ, ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രശ്നങ്ങളൊക്കെ ഉഷാറാക്കി. ഇന്ന് തമാശ ബസാറിൽ അതിഥിയായി നമുക്ക് എത്തിയിരിക്കുന്നത് ഒത്തിരി നല്ല കഥാപാത്രങ്ങളിലൂടെ നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം പൊന്നമ്മ ബാബു. പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി വയലേലയിൽ കിളിക്കൂട്ടമായി കതിരുണ്ണുവാൻ വന്നു പോയി പഴയ കാലങ്ങളെന്നു പടിമറയുവതിനി വരുമോ? വെൽക്കം ടു തമാശ ബസാർ. നമസ്കാരം ചേച്ചി. നമസ്കാരം. നമസ്കാരം.
പാപ്പച്ചോ ഓ ചായക്കടയും കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ഞാനുള്ളതുകൊണ്ട് ഭംഗിയായിട്ട് പോകുന്നു ചേച്ചി. ഇതാണെടാ. ചേച്ചി അങ്ങനെ പറയല്ലേ ചേച്ചി, ചായക്കട കച്ചവടം അല്ല, കഫേണിത്, കോഫി ഷോപ്പ്. എന്തൊക്കെ പറഞ്ഞാലും അവിടെ കൊടുക്കുന്ന ചായയും കടിയും തന്നെ അല്ലേ? അത് ശരിയാണ്. എന്നാലും നമ്മള് ഒരു മോളിൽ ഇതൊക്കെ നടത്തുമ്പോ അതിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. സ്റ്റൈലിന് വേണ്ടി പറഞ്ഞതാ. പാവല്ലേ, സമ്മതിച്ചെടുത്തേ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ, ഇച്ചിരി തിരക്കുള്ള ടൈമാണ്. അതെ, ചായയോ കാപ്പി എന്താ വേണ്ടത് വെച്ചാൽ പറഞ്ഞാൽ മതി. ഒന്നും വേണ്ട. ഇല്ല ഇടക്കിടക്ക് എനിക്ക് വേണ്ടി വരും. എനിക്ക് വേണം. അയ്യോ, ദിവസം കണ്ട് കുടിക്കാൻ ഷൂട്ടൊക്കെ ഉണ്ടോ അടുത്ത്? ഷൂട്ട് ഉണ്ട്. അല്ല ഉണ്ട്, അതല്ലേ. അപ്പൊ പൊന്നമ്മ ചേച്ചി എന്നാണെന്നെങ്കിലും ഞങ്ങൾ എല്ലാരും സ്നേഹത്തോടെ പൊന്നൂസേ എന്നാണ് വിളിക്കാറ്. പൊന്നൂസിനെ നമുക്ക് ഒത്തിരി നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ, സിനിമയായാലും ശരി സീരിയൽ ആയാലും ശരി, എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ഫീൽഡിലേക്കുള്ള ഒരു വരവ്? നാടകം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല, വരവെന്ന് പറയുമ്പോ ആ നാടകം എന്ന് പറയുമ്പോ ഇതുവരെ ഞാൻ മര്യാദക്ക് ഇരുന്നല്ലേ. അതെ, നാടകത്തിൽ നിന്നാണ് ഞാൻ. അതെ, അടുത്ത ബെല്ലോട് കൂടി ഈ നാടകം അതെ, നാടകത്തിൽ നിന്നാണ് സിനിമയിൽ. ബേസിക്കലി എനിക്ക് നൃത്തമാണ്, ഞാൻ ഡാൻസർ ആയിരുന്നു. എല്ലാരും വിചാരിക്കും ഈ വടിയൊക്കെ വെച്ചിട്ട് എങ്ങനെ വെച്ച് ഡാൻസ് ഒക്കെ കളിക്കുവോ എന്നൊക്കെ ആയിരിക്കും അവരുടെ കലാതിലകമായിരുന്നോ? ഓക്കെ, അതെ. ആണ്, കണ്ടോ? എന്തൊക്കെ കളിക്കും? ഭരതനാട്യം, മോഹിനിയാട്ടം, ഫോക്ക് എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ കുച്ചിപ്പുടി ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യുമായിരുന്നു. കുച്ചിപ്പുടി ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യാറ്. പിന്നെ നാടകം, പിന്നെ ഡ്രാമ. ഞാനൊരു 15 വയസ്സിലാണ് ഡ്രാമ ചെയ്യുന്നത് ആദ്യമായിട്ട്. എന്റെ ഹസ്ബൻഡ് സമിതി തന്നെയായിരുന്നു, ഏറ്റുമല സുരപ്പില്ല തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അവിടും തുടങ്ങിയ അംഗമാണ്. നീ അംഗത്തട്ടി വന്ന് നിപ്പുണ്ട്. നമ്മുടെ ആദ്യത്തെ സിനിമയിലേക്ക് വന്ന ഒരു അവസരം വന്ന വഴി എങ്ങനെയാണ്? കൊച്ചിയിലുള്ള ബാബു സാറിന്റെ പടം നായകൻ. നായകന്മാരാരാ? ദിലീപ്, വിജയരാഘവൻ, നമ്മളൊക്കെ സ്നേഹത്തിലേക്ക് കൊട്ടേട്ടെ. അവർ രണ്ടുമായിരുന്നു ആ നാടകത്തിന്, സോറി ആ സിനിമയില്. ഞാനത് നായികയുടെ അമ്മയായിട്ട്. എന്റെ നായകനാണെന്ന് ചോദിച്ചത് എന്നോട് എപ്പോഴും ചോദിക്കേണ്ടി, നിന്റെ നായകൻ ഞാനല്ലേ എന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹം കാണുന്നുണ്ടോ എന്നറിയില്ല, സങ്കടത്തോടെ പറയാം, രാജംബി ദേവ്. ചേച്ചിനെ ഇവിടെ ഞങ്ങൾ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ നിർത്തി സംസാരിക്കുന്നത് മര്യാദകേടാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കാം അല്ലേ? ബാക്കി വിശേഷമൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കാം, പോരെ? അതെ, ഉത്തമൻ ചേട്ടോ, എന്തായാലും ചേച്ചിക്ക് കോഫി ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ചേച്ചിക്ക് ഒരു ബ്ലാക്ക് ടീ, എനിക്കൊരു ബ്ലാക്ക് കോഫി. ഓക്കെ, താങ്ക് യു. നമസ്കാരം സാർ. എന്താ എടുക്കണ്ടോ കഴിക്കാൻ? ഒരാളോട് വരാനുണ്ട്. ഒരാളോട് വരാനുണ്ട്. ആയിക്കോട്ടെ, ഇരുന്നോ, കുഴപ്പമില്ല. സോറിടാ, നീ വന്നിട്ട് ഒത്തിരി നേരായോ? അതേ, രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു ഹെഡേക്ക് വന്നിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞു വിട്ടിട്ട് പോരായിരുന്നില്ല കേട്ടെന്ന്. ആരെ? ഹെഡേക്കിനെ. അയ്യോ, എനിക്ക് തലവേദന ആയിരുന്നു. സത്യം പറഞ്ഞാണ്ടല്ല, പോയേടാ നീ വെറുതെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്നെ കിട്ടിയില്ലായിരുന്നു കണ്ടല്ല, നിന്നെ കണ്ടില്ലായിരുന്നു തന്നെ, ഞാൻ ആത്മഹത്യ തന്നെ. ചിന്തിച്ചാ സൂപ്പറാണ്. എനിക്ക് ദാഹിക്കുന്നുണ്ട് എന്തേലും. നിനക്ക് എനിക്ക് തണുത്ത് പറ്റില്ല. എന്താണ്? എനിക്ക് ജൂനോത്സവത്തില്ലേ പാടാനുള്ളതാണ്. ആടാ, അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്, നീ മറ്റേ ആനുവൽ ഡേക്ക് നീ ഒരു പാട്ട് പാടിയില്ലേ, അതൊന്ന് കേട്ടാ കൊള്ളാന്നുണ്ടടാ, ഒന്ന് പാടടാ. കേട്ടില്ലേ? ഇല്ലടാ, കേട്ടില്ല. സൂപ്പറായി പറയുന്നോടാ. ആടാ, ഒന്ന് പാടടാ. കേൾക്കണോ? ശശിയുടെ മോള് ശശികലയ്ക്ക് പുനർവിവാഹമോ, അതോ സാധ്യമാകുമോ? ഒളിവിലായ അളിയനിന്ന് പിടിയിലാകുമോ? പരോൾ സാധ്യമാകുമോ? രണ്ടിടങ്ങളിൽ ബോംബ് സ്ഫോടനം, ചെന്നിടങ്ങളിൽ പീഡനങ്ങൾ വേറെ. ഞാനേ കുറച്ചുകൂടിയൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചായിരുന്നു. ഞാൻ മാക്സിമം ഞാൻ പാടിവിടാ. ആണാ? അവരെ കേട്ട സമ്മതിക്കണം. ഹലോ,
ഇതാണ് ഉദ്ദേശിച്ച ആളല്ലേ? ആള് വന്നല്ല. ആള് മെനു എടുക്കട്ടെ. മെനു 2 എടുത്തോ, അതിൽ 1 തണുക്കാത്ത മതി അല്ലേ? എനിക്ക് പറ്റില്ല. മെനു എന്ന് ഉദ്ദേശിച്ചത് മെനു കാർഡ് ഇവിടെ കഴിക്കാനുള്ളതിന്റെ ലിസ്റ്റ് കാർഡാ? ജ്യൂസ് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, കോഫി ഉണ്ട്, ടീ. എനിക്ക് ഐസ്ക്രീം മതി. ഐസ്ക്രീം അല്ലേ? അപ്പൊ 2 സ്ട്രോബെറി. 2 സ്ട്രോബെറി. സ്ട്രോബെറി സ്ട്രോബെറി 2 1 തണുക്കാത്തട്ടാ. ഐസ്ക്രീമാ തണുക്കാത്ത കിട്ടുമെങ്കിൽ എടാ, ഒരു ദിവസത്തേക്കല്ലേ ഇന്ന് തണുപ്പ് കഴിച്ചോ? എനിക്ക് ജൂനിയേഴ്സോട് വേടി. ഓന്റെ പൊന്നെ, നീ അതിന് ഇപ്പൊ അതോർത്ത് നീ ടെൻഷൻ ആവണ്ട, നീ പാടിക്കോളുമല്ലോ. പിന്നെ നിന്റെ കയ്യിലില്ലേ ഒരു സമ്മാനം തരട്ടെ? എന്ത് സമ്മാനം? വലിയൊരു സമ്മാനമാണ്. മോതിരായിരിക്കും അല്ലേ? അതൊന്നുമല്ല. എന്നാ പിന്നെ വാച്ചായിരിക്കും. അല്ലെന്ന്. അപ്പൊ കഴിച്ചേനാണ്? അതിലും വലുത്. അതിലും വലുത് എന്തിട്ട്? ഞാൻ ഒരു മരുത്ത് ആരെങ്കിലും പുള്ളിക്കാരൻ വരുമ്പോ സമയം എടുക്കും, കാണില്ല. വീട്ടിൽ പോയി പറയോടാ. ഇവിടെ കണ്ട് കണ്ടിട്ടില്ല. ഇല്ല അങ്കിൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ അങ്കിള് വല്ലതും കണ്ടായിരുന്നാ? കണ്ടെന്ന് ഒന്നും കണ്ടില്ലാന്ന്. അങ്കിള് കണ്ടില്ലായിരുന്നോ? കണ്ടെന്ന്. ഇവിടെ നടന്നതൊന്നും കണ്ടില്ല അല്ലേ? കണ്ടില്ല എന്ന് പറഞ്ഞുള്ളി. അങ്കിൾ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ തലയാട്ടണ? എന്തിനാണ്? ഞാൻ തലയാട്ടണതല്ല, എന്റെ തല ഉറച്ചിട്ടില്ല ശരിക്കും. ഇത്ര പ്രായമായിട്ടും തല ഉറച്ചിട്ടില്ലേ? അതല്ല, എനിക്ക് ഞരമ്പിന്റെ ചെറിയൊരു അസുഖമുണ്ട്. ഞരമ്പിന് അസുഖം. അതുകൊണ്ട് തല ആടിക്കൊണ്ടിരിക്കും. എന്താ മോന്റെ പേര്? എന്റെ പേര് ടോണി ലൂസ്മോസ്. എന്തോ? ടോണി ലൂസ്മോസ്. എന്റെ ഡോക്ടറെ കാണിച്ചില്ലേ? എന്തിന്? ലൂസ് മോഷൻ. എന്റെ പേരാണ് ടോണി, അച്ഛൻ ലൂസ്മോസ്. അച്ഛനാണ് ലൂസ് മോഷൻ. സംഭവമൊക്കെ എനിക്ക് മനസ്സിലായി. നടക്കട്ടെ കാര്യമൊക്കെ നടക്കട്ടെ. ഇരിക്കാൻ സമ്മതിക്കില്ലെന്ന് പറയാൻ എന്തെങ്കിലും ചെയ്യില്ലടി. പിന്നില്ലേ എന്റെ ഡാഡി എവിടെ വർക്ക് ചെയ്യുന്ന? ഡാഡി സ്റ്റേറ്റ്സിലാണ്. കർണാടക സ്റ്റേറ്റിലാണ്. അല്ല, USA. ഇപ്പൊ USA കാനഡയിലേക്ക് ചാടി. കൊരങ്ങനെ ആയിരിക്കും അല്ലേ? തമാശ എനിക്ക് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞത്. എടാ നീ സമാധാനമായിട്ട് സ്ഥലത്ത് ഇരുത്തുള്ളൂ പുള്ളിക്കാരനെ. എടാ നീ IT കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഡാഡി നിന്നെ സ്റ്റേറ്റ്സിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞേക്കണേ. പറഞ്ഞ ശരി. പിന്നില്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ ഈ കൈവരലും കൊണ്ടില്ലേ ഞാൻ നിന്റെ കണ്ണിൽ ഇങ്ങനെ തൊട്ടോട്ടെ? അയ്യോ എന്റെ കണ്ണി കുത്തല്ലേ. ഇത് ഗ്ലാസ്സില്ല, ഫ്രെയിം മാത്രമേ ഉള്ളൂ. ഗ്ലാസ്സോടെ പോയി. അതില്ലേ നമ്മുടെ പ്രണയത്തിനിടയിലില്ലേ ഒരു മറ പോലും പാടില്ലെന്ന് എനിക്ക് നിർബന്ധമാണ്. അങ്ങനെ കണ്ണടാക്കാതിരുന്നാ പോരെ, മറവൊരു നിർബന്ധമില്ലെങ്കിൽ. ചേട്ടൻ പിടിച്ചോ താൻ പറഞ്ഞ സ്ട്രോബെറി. താങ്ക് യു. ഹലോ, പിന്നെ വന്നുണ്ട്. കണ്ടായിരുന്നാ? ഇല്ല, കണ്ടില്ല. ഞാൻ എവിടെയൊക്കെ മോളിലൊക്കെ പോയി നോക്കിയതാണ്. അന്വേഷിപ്പിൻ കണ്ടെത്തുന്നല്ലേ? അത് തന്നെ. ചേട്ടൻ എന്ത് പണിയാണ് കുറെ നേരം കറങ്ങാൻ നോക്കണേ ചേട്ടൻ? ഐസ്ക്രീമാണത്. പഞ്ചാര കുറവുണ്ട് ട്ടാ. പക്ഷെ ഇതിന് നിനക്ക് നല്ല പഞ്ചാരയാണ്, നിന്നെ കാണുമ്പോ അറിയാം നല്ല പഞ്ചാരയാണ്. ചേട്ടാ കുറെ നേരമായിട്ട് ഇവിടെ കറങ്ങണ ശരിയല്ല. എന്താണ്? ഞങ്ങൾക്ക് ഒരു സ്വസ്ഥത കൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കണം. ചേട്ടൻ അങ്ങനെ കറങ്ങി 2 പ്രാവശ്യം പോയി. എടാ മോനെ, നിന്നെ ശല്യം ചെയ്യാൻ വേണ്ടി വന്നതല്ല ഞാൻ. പിന്നെന്താണ്? ഞാനും എന്റെ സുഹൃത്തും കൂടിയാണ് ഈ മോളില് വന്നതേ. ഏത് മോളില്? മാളില് പെട്ടെന്ന് സുഹൃത്തിനെ കാണാണ്ടായേക്കണ്. ശരി. നമ്മള് കൂടെ വന്നല്ലേ, ഒന്ന് അന്വേഷിക്കണ്ടേ? അതെന്റെ ഒരു ഉത്തരവാദിത്വം അല്ലേ? ഞാനതാണ്. എനിക്ക് മനസ്സിലായി, നിങ്ങൾ സ്കൂളൊക്കെ കട്ട് ചെയ്തിട്ട് പ്രണയം കൈമാറാൻ വന്നേക്കണാണല്ലേ? അങ്ങനെയൊന്നുമില്ല. പേടിക്കണ്ട, ഞാനും പണ്ട് ഇതേപോലെയൊക്കെ പ്രണയം കൈമാറിയിട്ടുള്ളതാണ്. അന്ന് ഇതുപോലെ മാളും ഐസ്ക്രീം ഒന്നും ഇല്ലല്ല. അന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ആറ്റുംപക്കത്ത് പോയിരിക്കും. അവൾ എനിക്ക് വേണ്ടി ചാള വറുത്തതും പപ്പടം വറുത്തതും കൊണ്ടുവന്ന് തരും. ഞാൻ അവക്ക് കട്ടിമിഠായിയും പുളിങ്കുരു വറുത്തതും അങ്ങോട്ട് കൈമാറും. അപ്പൊ അന്ന് ലാഭം ചേട്ടനാണല്ലേ? ആണുങ്ങളായ കുറച്ച് ലാഭമൊക്കെ വേണം, അല്ലാണ്ട് മൊബൈലും ചാർജ് ചെയ്ത് ഐസ്ക്രീമും മേടിച്ചു കൊടുത്ത് കയ്യിലെ കാച്ചു കളയാനല്ല വേണ്ടത്. മനസ്സിലായ? ഈ പ്രണയം എന്ന് പറഞ്ഞാണ്ടല്ല, പ്രണയത്തിന് കയ്യും കാലൊന്നും ഇല്ല. ആർക്കും എവിടെന്നും എപ്പോഴും എങ്ങനെയും പ്രേമിക്കാം. ഏത് പ്രായത്തിലും. നടക്കട്ടെ കേട്ടാ. ഇത് എന്തിനാണ് രണ്ടുപേരും കൂടി ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് രണ്ടുപേരും കൂടി കഴിക്കണം? അതാണ് എന്റെ പ്രണയത്തിന്റെ ഒരു സ്നേഹിക്കുമ്പോ അങ്ങനെയാണല്ലേ? നടക്കട്ടെ. ഇത് എന്തിനാണ് രണ്ടുപേരും കൂടി ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് രണ്ടുപേരും കൂടി കഴിക്കണം? അതാണ് എന്റെ പ്രണയത്തിന്റെ ഒരു സ്നേഹിക്കുമ്പോ അങ്ങനെയാണല്ലേ? നടക്കട്ടെ.
നിനക്ക് വളം മേടിച്ചേനോ പൊട്ട് മേടിച്ചേനോ? വളം മേടിച്ചാ മതി, പൊട്ടം കൂടി ഉണ്ടല്ലോ. കാര്യം പറയട്ടെ, നമുക്ക് ഈ ലൈറ്റിൽ വന്നിട്ട് നല്ലൊരു സെൽഫി എടുക്കാം. ഈ സെൽഫിയില്ലേ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവങ്ങള്. എടി ഇതിൽ നിന്റെ പ്രതിബിംബം വന്നേക്കണ്. അല്ല പ്രതിബിംബം പോലടാ, ഞാൻ ഇവളുടെ അമ്മായിയാണ്. എടി നീ മാളിലാണ് വന്ന് നിൽക്കണ, പഠിക്കാൻ പോണെന്ന് പറഞ്ഞ കാലത്ത് ഇങ്ങോട്ട് ഈ മാളില് ഇവനൊക്കെ ഇട്ട് ചുറ്റി കളിച്ച് കണക്കാണ് അടി. മാമൻ വന്നിട്ടില്ല, ഞാൻ ഒറ്റക്കാണ്. മാമൻ കൂടി വരേണി നിന്നെ കൊന്നു കൊല വിളിക്കും, അറിയാമോ? ടോണി 1 മിനിറ്റ്, അമ്മായി ഇങ്ങ് വന്നേ. എന്റെ പൊന്നു തള്ള, നിങ്ങ ഇവിടെ ആരെ കാണാൻ വേണ്ടി വന്നേ? നിങ്ങനെ നാട്ടിക്കാൻ വേണ്ടി വന്നേണോ? എടി ഞാനൊരു ഓഫർ കണ്ടിട്ട് വന്നതാണ്. എന്ത് ഓഫർ? അതായത് ആ തുണിക്കടയിൽ നിന്ന് 1000 രൂപക്ക് എന്ത് മേടിച്ചാലും ഒരു സാരി ഫ്രീ എന്ന് പറഞ്ഞു. എന്നിട്ട് 1000 രൂപക്ക് എന്തെങ്കിലും മേടിച്ചാ? ഞാൻ 1000 രൂപക്ക് ചില്ലറ മേടിച്ച് ആ ദുഷ്ട സാരി തന്നില്ലടി. അപ്പൊ അവനെ കൊല്ലണ്ട അവനെ. എന്റെ പൊന്നമ്മായി, ഞാനേ സ്കൂളിലെ ഒരു നല്ല പുളിങ്കൊമ്പ് നോക്കി സെറ്റാക്കി നിർത്തിയേക്കണേ. നിങ്ങളായിട്ട് അത് ഇല്ലാണ്ടാക്കല്ലേ. നീ പുളിങ്കൊമ്പി പിടിക്കണ നല്ലതാണ്, പക്ഷെ പുളി തന്നെ അതെന്നോ. അമ്മായി ടോണി, ഇതെന്റെ മാമിയാണ്. അമ്മായിയാണ്. അമ്മായിനെ അനുഗ്രഹിക്കണം. അമ്മായിനെ അമ്മായി എന്ന് വിളിച്ചോട്ടെ. അമ്മായിനെ പിന്നെ അമ്മൂമ്മന്നാണ് വിളിക്കണത്. നീ എന്റെ കാര്യം നോക്കിപ്പോടാ. എന്തെങ്കിലും ചൂടാണോ വിളിക്കരുത്? ഇടക്ക് അങ്ങനെയാണ്. ഇവിടെ അച്ഛൻ കാനഡ നിന്നവൻ എന്ന് പറഞ്ഞത്. കാനഡ ഉച്ചക്ക് ഊണ് കഴിക്കാൻ വരും. കാനഡ ഉച്ചക്ക് ഊണ് കഴിക്കാൻ ഇവിടെ എത്താനായിട്ട് അങ്ങനെ ശരിയാവത്? എടാ മുനിസിപ്പാലിറ്റി കാനഡയുടെ ഈ വേസ്റ്റും കോരിയിട്ട് ഉച്ചക്ക് ഊണ് കഴിക്കാൻ ഫ്ലൈറ്റിലൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ. അത് ശരി. അപ്പൊ ഞാൻ ITയിൽ പാസ്സായി കഴിഞ്ഞാൽ എന്നെ കാനഡ കൊണ്ടുവന്ന് പറഞ്ഞു കൂടെ ഡാഡി. അതിന് ITയിൽ പാസ്സാവണ്ട. അതായത് ഒരു ഷവോലായിട്ട് നീ അങ്ങോട്ട് ചെന്നാൽ മതി, അങ്ങോട്ട് നിനക്ക് പണി തരും. മുനിസിപ്പാലിറ്റിയിൽ പറ്റിച്ചാലടി. അല്ല, നിങ്ങളൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെയൊക്കെ എങ്ങനെയാണ് വളർത്തിയാക്കണത്? നല്ല സ്വഭാവത്തോടുള്ള വളർത്തിയാക്കണ. ഞാനും അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കളെ വളർത്തിയാക്കണ. ഇവരുണ്ടല്ല പിള്ളേര് യൂണിഫോം ഇട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോ ഇവര് ചോദിക്കാൻ എത്ര ആൾക്കാരൊക്കെ ഇവിടെ കടയൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കടകളുണ്ട്. നിങ്ങൾ കുറെ കൈയടിച്ചാൽ മതിയല്ല. ഇവിടെ എന്ത് സംഭവിക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുമില്ല. നിങ്ങൾക്കും ചോദിച്ചറിയാമോ? കാര്യങ്ങൾ അത്രേ ഉള്ളു. അത് എവിടെ കൊണ്ടുപോകുന്നാവോ? നമുക്ക് ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ ബ്യൂട്ടി പാർലർ ഏട്ടാ. നിങ്ങളൊരു മാന്യനായതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. അതെ, ഞാൻ മാന്യനാണ്. എന്താണ് സ്കൂൾ യൂണിഫോം ഇട്ട് കുറെ പിള്ളേരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാല് സ്കൂൾ യൂണിഫോം ഇട്ട പിള്ളേരാ PTA സ്ഥിരം വന്ന കംപ്ലൈന്റ്. അതായത് ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടായിട്ടും ഒരു ചോദ്യം അവർക്ക് ചോദിക്കാൻ നേരമില്ല. ചോദിക്കാം. സ്കൂൾ യൂണിഫോം ഇട്ട കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ കറങ്ങി നടക്കാൻ പാടില്ല. അവരെവിടെ? മാന്യ ചോദിക്കും. അയ്യോ, അവരവിടെ പോയി. അത് ശരി, ഞങ്ങളോടാണ് അവരെവിടെ പോയി? അവരവിടെ രാവിലെ വിളിച്ചു ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന സ്കൂളിൽ അങ്ങോട്ട് മാറിയിട്ടുണ്ട്, ആ കടയിലോട്ട് മാറി. എവിടെ ഇവിടെ പൊളിച്ച് നിക്കട്ടെ. ഇവിടെ പാടി കാരണക്കാരൻ നീയാണ്. തീരുമാനം ഉണ്ടാക്കാണ്ട് എവിടെ മാന്യൻ പോയി കളഞ്ഞില്ല. അവൻ ഒളിച്ചു നിൽക്കണം. നിങ്ങൾ പോരുത്. ഇതാണ് മക്കള്. എന്താണ് നിങ്ങൾ തമ്മിൽ പരിചയക്കാരാണ്? ഇതില്ലേ എന്നെ ബയോളജി പഠിപ്പിക്കുന്ന രജുലാൽ സാറാണ്. ഞങ്ങൾ ഫിസിക്സ് പഠിപ്പിക്കണ മേരി ടീച്ചറാണ്. ഇവർ രണ്ടുപേരും ഒരു കെമിസ്ട്രി ഉണ്ട് കണ്ടപ്പാ. ടോണി, സ്റ്റാൻഡ് അപ്പ്. പരാഗണവും പരപരാഗണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിലെന്താണ് വ്യത്യാസം? ഞാൻ പറയാല്ല. ഇത് പരാഗണം, ഇത് പരപരാഗണം. അപ്പൊ വേല് തന്നെയാണ് ഈ വിളവൊക്കെ തിന്നണല്ലേ. പോടാ നിങ്ങള് ഇവിടെ കിടന്നാറാണ്ട്. നമ്മുടെ മക്കളൊക്കെ എങ്ങനെയാണ് നമ്മൾ വളർത്തിയാക്കണത്? മോളൊക്കെ ഒരു നല്ല മോളാണെന്നുള്ള എന്റെ ചിന്ത ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ എങ്ങനെയാണ് വളർത്തിയാക്കണത്? നല്ല രീതിയിലൊക്കെ അല്ലേ വളർത്തിയാക്കണത്. ഈ അടുത്തിരിക്കുന്ന ആള് കാലുമ്മ കാലിയേറ്റി ഇതൊക്കെ കാണാനും കേൾക്കാനും എനിക്ക് പാടില്ല. ദൈവം, നിങ്ങൾക്കൊക്കെ ചോദിക്കാട്ട ഒരു കാര്യം. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇനി ചോദിക്കാൻ പറ്റുമോ കാര്യങ്ങൾ? അല്ല, നമ്മൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യും. കാരണം ഞങ്ങൾക്ക് 10 കച്ചവടം ബിസിനസ് നടക്കുന്ന ടൈമാണ്. പരാഗണം വന്ന് 2 ഐസ്ക്രീമാണ് നിന്നത്, പരപരാഗണം വന്നിട്ട് 2 മട്ടൻ ബിരിയാണി കഴിച്ചിട്ടാ പോയത്. അപ്പൊ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. നിങ്ങൾ പരാഗണത്തിന് പരപരാഗണത്തിന് ഇങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് പോയിക്കോ. എടി നിന്റെ സ്കൂളിൽ പോക്കും മാളിൽ പോക്കും ഞാനൊന്നും പാടില്ല. എനിക്ക് പാടില്ല. ഇങ്ങോട്ട് പാടി. നീ അവിടെ പോടാ. നീ ഇവിടെ തൊട.
ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് സംസാരിക്കില്ലടാ മയങ്ങന. നിങ്ങളുടെ വീഴ്ച കൊണ്ടുപോയിട്ട് എന്താണ് എന്ത് കഷ്ടം. വല്ല കാര്യമുണ്ട് ആ പിള്ളേരും മര്യാദക്ക് ഇവിടെ വന്ന് ഇത്ര പ്രായം ഇത്ര വലിയ അസൂയ വരുമോ? അതന്നെ. എന്തൊരു കഷ്ടം. ആ ഇനി 2 ചായ എടുത്തോ. അല്ല അപ്പൊ അന്വേഷിച്ച ആളൊക്കെ കിട്ടി. ആളെ കിട്ടി. ആളെ കിട്ടി. അതിന്റെ സന്തോഷം 2 ചായ എടുത്തോ. ഇനി 2 ചായ എടുത്തോ. അല്ല അപ്പൊ അന്വേഷിച്ച ആളൊക്കെ കിട്ടി. ആളെ കിട്ടി. ആളെ കിട്ടി. അതിന്റെ സന്തോഷം 2 ചായ എടുത്തോ. അല്ല എന്നിട്ട് ഒരാളുള്ളല്ലേ എവിടെ കൂടെ ഉള്ള ആളവിടെ? ഇച്ചിരി നാണമുള്ള കൂട്ടത്തിലാണ്. എന്നാലും ഒന്ന് വിളിക്ക് കാണട്ടെ. വാ ഇങ്ങോട്ട് പോര്. നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് ആള്. ഈ ജൂഹി ചൗളനെയാണ് ഞാൻ അന്വേഷിച്ചു കിടന്നത്. മര്യാദ കൂടിയ മലയാളി മങ്കി ഒന്ന് കാണട്ടെ. ആഹാ. എന്തിനാണ് അവരെ ഓടിച്ച എന്തിനാന്നൊന്ന് പറഞ്ഞു ഓടിച്ചെന്ന കാരണം നിങ്ങൾ കേൾക്കണം. അതായത് ആ പിള്ളേരിക്കും ഞങ്ങളൊരു സിനിമ കാണാൻ വന്നതാണ്. അപ്പൊ ആ പിള്ളേരിക്കുമ്പോ ഞങ്ങൾക്ക് ഒന്നിച്ച് സിനിമ കാണാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ഓടിച്ചു വിട്ടതാണ്. അതേ ഉള്ളു. അല്ല ഈ വയസ്സാകാലത്ത് ഏത് സിനിമയാണ് കാണേണ്ടത്? എനിക്ക് 2 കുത്ത് 0. ആ ബെസ്റ്റ് കാണാൻ പറ്റിയ പടവും 2 കുത്ത് 0 അല്ല 2.0 അങ്ങനെയാണ് അതിന്റെ പേര്. അത് 3D സിനിമയാണ്. 3D. ഞാൻ കണ്ണടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നീ കൊണ്ടുവരണ്ട. ഇവര് കണ്ണട തരും നമുക്ക്. നമ്മൾ അത് വെച്ചിട്ട് വേണം കാണാനായിട്ട്. എനിക്ക് വല്ലതും അറിയാം. അവിടെ ചെന്ന് അങ്ങനെ നിന്നാ തുറക്കൂല, കുത്തണം. ആഹാ. എന്തല്ലേ ഈ പ്രേമത്തിനൊന്നും കണ്ണും മൂക്കും പ്രായം ഒന്നുമില്ല. ഇന്നത്തെ കാലമല്ലേ മക്കളെ. അതാണ്. ആരാണിത് തൂണൊക്കെ വളർന്നു വരുന്നു? സാബു വന്നോ? സാബു സാബു സാബുവോ? ആ പൊന്നമ്മ സാബു. പൊന്നമ്മ സാബു അല്ല, പൊന്നമ്മ ബാബു. ദേ നിക്കുന്നു. ദേ ആര്? ചേച്ചി പൊന്നമ്മ ബാബു. ഞാനാണ് പൊന്നമ്മ. ചേച്ചിയുടെ പേരാണ് പൊന്നമ്മ ബാബു. ബാബു ആണോ ഈ സാരി എടുത്തോണ്ട്? അതെ ബാബുവാ. പൊന്നമ്മ എന്നുള്ളതാണ് ചേച്ചിയുടെ പേര്. അല്ല അപ്പൊ ഇവിടെ വന്നതേ വേറെ ഒന്നും കൊണ്ടല്ല. പൊന്നമ്മ ചേച്ചിയുടെ ഒരു പഴയ കാമുകൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ കൂടെ പഠിച്ചതാണെന്നോ ലൈൻ ആയിരുന്നെന്നോ നമുക്കൊന്നും അറിഞ്ഞൂടാ. അയ്യോ പുള്ളി ഇത്രയും നാളായിട്ട് കല്യാണം കഴിക്കാതെ ചേച്ചിക്ക് വേണ്ടി നടക്കല്ലേ? ആ വിളിക്കട്ടെ ഞാൻ. ജോസപ്പച്ചായോ? ജോസപ്പച്ചായ, ജോസപ്പച്ചായോ? തുണിയൊക്കെ ഇട്ടുണ്ട് പറഞ്ഞേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. തുണി മാറ്റേ, ഇത് കള്ള ഷാപ്പല്ല, മാടാണ്. പോടാ, എനിക്ക് നാണമാണെന്ന് പോ. അയ്യാ 10-75 വയസ്സായിട്ട് നാടാ. ഇന്നെ പൊട്ടു പറിച്ചിരുന്നത്? പൊട്ടല്ലടാ അത്, പിന്നെ പ്രഷറിന്റെ ഗുളിക. എനിക്ക് കയ്യും കാലും കിടന്ന് വിറയ്ക്കുന്നത് ഒത്തിരി നാളായില്ലേ. ചെല്ലെ ചെല്ല്. ഓ ചെല്ലെ ചെല്ല്. എത്ര വർഷമായെന്നറിയോ എന്റെ പൊന്നമ്മ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കൊതിക്കുവാ. നോക്കട്ടെ എന്റെ പൊന്നമ്മേ. ഇതൊന്ന് പിടിച്ചാ പിടിക്കാൻ. ഓ എന്റെ പൊന്നമ്മേ, നിന്നെ ഞാൻ പറക്കും. എന്റെ പൊന്നമ്മ, നീ ആ പഠിച്ചോണ്ടിരുന്ന കാലത്ത് എന്നാ സുന്ദരിയായിരുന്നു അതുപോലെ തന്നെ ഇരിക്കുന്നു. ഇത്രയും കൂടെ സൗന്ദര്യം നിനക്ക് കൂടിയല്ലേ ഉള്ളു. ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചെറുതായിട്ടൊന്ന് ആള് മാറി. ഞാൻ നിന്നെ പോറ്റിക്കോളാൻ കുഴപ്പമില്ലെന്ന്. അയ്യോ അതല്ല, ചെറുതായിട്ടൊന്ന് ആള് മാറിപ്പോയി. പൊന്നമ്മ ഞാനല്ല, ഇതാണ് പൊന്നമ്മ. ഇതോ? ഞാനാ പൊന്നമ്മ. എന്റെ പൊന്നമ്മ എന്നാ ചെയ്യണോന്ന് എനിക്ക് അറിയാൻ മേലെന്നേ. നിങ്ങളാരാ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. എന്റെ പൊന്നമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ലെന്നാ. ഇല്ലെന്ന്. ഇനി എന്റെ പൊന്നമ്മയ്ക്ക് എന്നെ അറിയാം. പൊന്നു, ഞാൻ മറ്റേ LP സ്കൂളിൽ നമ്മൾ ഒന്നിച്ചു പഠിച്ച ജോസഫ്, KD ജോസഫ്. ജോസഫോ? അതാരാ? മനസ്സിലായില്ല? ഇല്ല. ഇനി എനിക്ക് ടൈം ടേബിൾ വായിക്കാൻ അറിയാൻ മേലാത്തോണ്ട് എല്ലാ പുസ്തകവും ചുമന്നോണ്ട് വരുന്ന ജോസഫിനെ അറിയത്തില്ലേ? അത് ചിലപ്പോ കറക്റ്റ് അറിയും, കണ്ടാലറിയാം വിവരമില്ലാത്തവനാണ്. ഇല്ലില്ല, നീ എന്നെ ഇഷ്ടമാണ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്ര നാളെ കല്യാണം കഴിക്കാതെ ഞാൻ നിൽക്കുവായിരുന്നു, അറിയാവോ? ഇന്ന് വരും, നാളെ വരും, എന്റെ പൊന്നമ്മ നാളെ വരും, പിന്നെ വരും എന്ന് പറഞ്ഞ് ഞാൻ നോക്കി നടക്കുവായിരുന്നു. ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്നാ പൊന്നമ്മ അങ്ങനെ പറയല്ലേ ഒരു പാവപ്പെട്ട മനുഷ്യൻ. ഇല്ല, ചുമ്മാ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്റെ പൊന്നമ്മ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതാണെന്ന്. ആര് പറഞ്ഞു? ചേട്ടാ ഇനി വന്ന ചേട്ടൻ കേൾക്കണം. അല്ല നാളെ ജോസഫ് ഈ മാളി വന്ന് കള്ളത്തരം പറഞ്ഞെന്ന് പറയും. ഈ പൊന്നമ്മ ഞാൻ 4ൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവളോട് പറഞ്ഞ പൊന്നമ്മ എനിക്ക് നിന്നെ ഇഷ്ടമാ, എനിക്ക് നിന്നെ കേട്ടാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇവളൊന്ന് കുണുങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, പൊന്നമ്മ നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നാളെ സ്കൂളിൽ വരുമ്പം നീല പാവാടയും വെള്ള ഉടുപ്പ് ഇട്ടോണ്ട് പറഞ്ഞെന്ന് പറഞ്ഞു.
ഇത് കേട്ട പൊന്നമ്മ നിറ്റവസം രാവിലെ വന്നപ്പോ നീലപ്പാവാണ് വെള്ള ബ്ലൗസ് ഇട്ടല്ലേ വന്നത്. ഓർമ്മയുണ്ട്. അത് ആ സ്കൂൾ യൂണിഫോം വന്നേ. എന്താ മനസ്സിലായി? സ്കൂൾ യൂണിഫോമാണ് നീലപ്പാവാടയും വെള്ള എന്റെ ബ്ലൗസും. പൊന്നമ്മ ഞാൻ ഇപ്പോഴും പറയുക എന്റെ കൂടെ ഇപ്പൊ ഇറങ്ങി വരണം, നമുക്ക് പോയി കല്യാണം കഴിക്കണം. അല്ല ഞാൻ പോയി ചാകുള്ള അല്ല ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കെട്ടി തൂക്കി ഞാൻ ചാകും. സത്യം ഉറപ്പാണോ? ഉറപ്പായിട്ട് ഞാൻ ചാകും. എന്റെ പൊന്നമ്മ ഞാൻ വീട്ടിൽ ചെല്ലാൻ ഞാൻ പറഞ്ഞു. ഇവിടെ കെട്ടി തൂക്കും. ഹലോ ആ ഇവിടെ കെട്ടി തൂക്കും. ഹലോ ഇതെല്ലാം കൂടെ മിണ്ടേ അവൻ ഫോൺ ചെയ്യുന്നുണ്ടല്ലേ. ആ ജോസഫ് അച്ചായന്റെ വീട്ടിലേക്ക് ഒരു 150 ചുമന്ന കസേരയും 2 നീല ടാർപ്പയും ഒരു 25 രൂപ. പുള്ളി ഇന്ന് ഞായറാഴ്ച, നാളെ പുള്ളി ചാവും. അല്ല കസേര പറഞ്ഞു നാളെ ഞായറാഴ്ച കിട്ടൂല പെട്ടെന്ന്. എന്നാ കാര്യത്തിന്? അല്ല ചാവൂല ട്യൂബും കസേര. പെടയാനോട് വന്നോണ്ടല്ലോ എന്റെ പൊന്നമ്മ എന്നിലേക്ക് ലൈഫ് എഴുത്താൻ വേണ്ടി ഞാൻ ഓരോന്ന് പറയുന്നല്ലേ. അവ വർക്കില്ലേ? പിന്നെ നീ എന്നെ കൊന്നിട്ടാ വർക്കില്ല. ധൈര്യമായിട്ട് ഇറങ്ങി നമുക്ക് ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ എവിടെ ചെന്ന് ആരെയും കൈയും കാലും പിടിച്ചാലും ശരി നമുക്ക് കല്യാണം കഴിക്കണം. എനിക്ക് എന്റെ പൊന്നമ്മയില്ല, എനിക്ക് ജീവിക്കാൻ പറ്റുമല്ല. നിങ്ങൾ എന്ത് വർത്താനം ഈ പറയണത്? പൊന്നമ്മയ്ക്ക് വേണ്ടി ഞാൻ അതുപോലെ ജീവിച്ചോളാം. അറിയോ പൊന്നമ്മ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയാം, എന്റെ പൊന്നമ്മയില്ലാതെ ഞാൻ ജീവിക്കുകയല്ല. നിങ്ങൾക്ക് വല്ല കടലും ചാടി ചത്തൂടെ? എനിക്ക് കടലിൽ ചാടി ചാകാൻ പറ്റത്തില്ലെന്ന്. എനിക്ക് പ്രഷറിന്റെ അസുഖമല്ല. കടലിൽ ചാടിയ ഉപ്പുവെള്ളം കുടിച്ച് പ്രഷർ കൂടും. അതുകൊണ്ട് ഞാൻ എല്ലാവരും കിട്ടത്തില്ല. അങ്ങനെ ട്രെയിനിന്റെ മുമ്പ് ചാടി ചാവണം. ഇവള് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ആ സമയത്ത് ഞാൻ ട്രെയിനിന്റെ മുന്നിൽ ചാടാൻ വേണ്ടി ഒറ്റ ചാട്ടമായിരുന്നു. ഈ ചാടിയ ചാട്ടത്തിന് സ്പീഡ് കൂടിപ്പോയി. ഈ ട്രെയിൻ പാളം കവിഞ്ഞ് അപ്പുറത്ത് ഒരു പോസ്റ്റേ ചെന്ന് തലയിടിച്ചേച്ച് 3 മാസം ഞാൻ ഗോവയിലായിരുന്നു. അറിയാവോ? അതാണ് അപകടം പറ്റുമ്പോഴേക്ക് ഗോവയിൽ പോയി കിടന്ന് കറങ്ങണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്തൊരു മനുഷ്യനാ നിങ്ങള്. ഇടിക്കാൻ പള്ളയാൻ കുത്തി കയറ്റിക്കളെ. ഗോവ കറങ്ങി നല്ലതാ പറഞ്ഞത്. പിന്നെ ഈ 3 മാസം ബോധമില്ല കിടക്കുന്നതിന് എന്നാ പറയുന്നത്? അത് ക്രോമ. വിവരദോഷി. ക്രോമയല്ല, കോമ. ജോസഫ് നീ ഒരു കല്യാണമൊക്കെ കഴിച്ച് സുന്ദരിയായ ഒരു പെണ്ണെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. ഞാൻ കല്യാണം കഴിച്ച് 3 മക്കളൊക്കെ ആയതാ. മക്കളുണ്ട് എനിക്ക്. ശരി വഞ്ചാക്കി ചതിച്ചി എന്റെ ജീവിതം വിട്ട് കുട്ടിച്ചോറാക്കി ഞാൻ കല്യാണം കഴിച്ചതാണ്. അനുഭവിക്കും എല്ലാത്തിനും കൂടെ. നോക്കിക്കോ എന്നെ ചതിച്ചിട്ട് ജീവിക്കാന്ന് നോക്കിക്കോ കേട്ടോ. ചതിച്ചിട്ട് വേണ്ടേ? പൊന്നമ്മ ചേച്ചി ഈയിടെയായിട്ട് ഫേസ്ബുക്കിലൊക്കെ വളരെയധികം പൊന്നമ്മ ചേച്ചിയുടെ പേരും ഫോട്ടോയും ഒരു ന്യൂസും ഒക്കെ കാണാനുള്ള ഇടയുണ്ടായി. ഞങ്ങളൊക്കെ അതിനെക്കുറിച്ച് അത്യാവശ്യ ഗവേഷണങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും ഇതിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് സേതുലക്ഷ്മി അമ്മയുടെ മകൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചുമൊക്കെ. അപ്പോൾ ഈയിടയ്ക്ക് അമ്മ അത് സഹായം ചോദിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ വന്ന വാർത്ത എന്ന് പറയുന്നത് പൊന്നമ്മ ചേച്ചി കിഡ്നി അദ്ദേഹത്തിന് ഒരു കിഡ്നി കൊടുക്കാമെന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞ് അമ്മ തന്നെ പറയുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു സത്യാവസ്ഥ? സത്യം പറഞ്ഞാൽ ഞാനത് ഒരു പബ്ലിക്കിന്റെ ഇടയിൽ അത് വരണം, 4 പേരെ അറിയണം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞൊന്നുമല്ല. സത്യം ചേച്ചി എനിക്ക് ഞാൻ നാടകത്തിൽ നിന്നാണല്ലോ സിനിമയിൽ വന്നത്. നാടകത്തിലായിരുന്ന സമയത്ത് ചേച്ചി എനിക്കറിയാം. ചേച്ചി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോഴാണ് ചേച്ചി സിനിമയിലുള്ളത്. അപ്പോൾ ആ ചേച്ചിയുടെ മക്കളൊക്കെ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇങ്ങനെ മൊബൈൽ നോക്കിയപ്പം ഒരു ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടു. ചേച്ചി ആയതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ ഓപ്പൺ ആക്കിയപ്പോൾ ചേച്ചി ഇങ്ങനെ തൊഴുകയ്യോടെ ഇങ്ങനെ പറയുന്ന ഞാൻ കേട്ടപ്പോൾ ഇങ്ങനെ എൻ്റെ മോനെ രക്ഷിക്കണമെന്നും പറഞ്ഞു എന്നെ പെട്ടെന്ന് കൈകുപ്പി ഇങ്ങനെ കരയുന്ന കണ്ടപ്പോൾ എൻ്റെ ചങ്ക് പിടച്ചു പോയി. സത്യം ഞാനും കരഞ്ഞുപോയി. ഇപ്പോഴും പറയുമ്പോൾ സങ്കടം വരും. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാനിത് പറയുമ്പം എന്താണ് ഞാൻ പറയുന്നത്, അല്ല ഞാൻ പറയാൻ പോകുന്ന വാക്കുകളതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആ വിഷമത്തിലെ സങ്കടത്തിൽ ഞാൻ ചേച്ചിയെ വിളിച്ചു. ചേച്ചി ഞാൻ പൊന്നമ്മ ചേച്ചി എന്ന് പറഞ്ഞു. പൊന്നമ്മ വിവരങ്ങളെല്ലാം അറിഞ്ഞല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ വെച്ച് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചി ഞാൻ തരട്ടെ എൻ്റെ ഒരു കിഡ്നി എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി എന്ന് വെച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ എൻ്റെ ഓപ്പോസിറ്റീവാണ്, പക്ഷെ എനിക്ക് തരാൻ പറ്റുമോയെന്നറിയില്ല. കാരണം എനിക്ക് ഇത്തിരിയൊക്കെ ഒരു തുടക്കം, ഇപ്പോൾ ഷുഗറും കൊളസ്ട്രോളൊക്കെ തുടക്കിയിട്ടുണ്ട്. അപ്പോൾ തുടക്കം ഉള്ളതുകൊണ്ട് എനിക്ക് തരാൻ പറ്റുമോയെന്നറിയില്ല. എൻ്റെ ഒരു കിഡ്നി ഞാൻ ചേച്ചിക്ക് തരാം. അപ്പോൾ ഞാൻ ഡൊണേറ്റ് ചെയ്യുമോ? കാശ് ഞാൻ ചേച്ചി കാശ് എന്താ ചേച്ചി പറയുന്നേ? കാശ് ഇന്ന് വരും നാളെ വരും. ഞാൻ തരാം, ഞാൻ മനസ്സറിഞ്ഞ് പറയുന്ന. ചേച്ചി ഡോക്ടറോട് ചോദിച്ചിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു കുറേ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിപ്പുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ആൾക്കാരെല്ലാം വിളിച്ച് ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾ കാണിച്ചല്ലോ അല്ലെ, കാണിച്ച ആ ഒരു മനസ്സിന് നിറഞ്ഞ ഒരു കയ്യടി, നമ്മൾ മനസ്സ് നിറഞ്ഞ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ചേച്ചി ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം ഇവിടെ വന്ന് ചെലവഴിച്ചതിനും
ഞങ്ങളുടെ കൂടെ എല്ലാ ഈ പ്രവൃത്തികളിലൊക്കെ എൻഗേജ് ചെയ്ത് ഞങ്ങളുടെ കൂടെ ചിരിച്ച് സന്തോഷിച്ചൊക്കെ ഇരുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ എല്ലാരും കൂടി വിളിച്ചോട്ടെ നമ്മുടെ എല്ലാരെയും. ഹണി, ബേബിച്ച, പാപ്പിച്ച, ചേച്ചി ചേട്ടാ, റെമോ. കടയിൽ തിരക്കായിരുന്നതായിരുന്നേ. അതെയോ? വൈഫ് നേരത്തെ അറിയാം. ഞാൻ ലോഡ് എടുക്കാൻ പോയിരിക്കായിരുന്നു, അതാ ഞാൻ നേരത്തെ വരാഞ്ഞതേ. അതെയോ? ശരി. അപ്പൊ ചേച്ചി എന്തായാലും ഇറങ്ങാൻ നിൽക്കുക, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എല്ലാരെയും വിളിച്ചത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേച്ചിയോട് ബൈ പറയാം. ചേച്ചി ഒത്തിരി ഒത്തിരി സന്തോഷം. ഇനിയും വരണം കേട്ടോ, ഞങ്ങളുടെ മോളിലേക്ക് വീണ്ടും വരണം. ഇതുപോലെ ഞങ്ങളുടെ കൂടെ കുറെ സമയം അടിച്ചു പൊളിച്ച് നമുക്ക് സ്പെൻഡ് ചെയ്യാം. തീർച്ചയായും. ഓക്കെ, അപ്പൊ ചേച്ചി ഒത്തിരി സന്തോഷം. ചേച്ചിക്ക് ഭാവിയില് എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. ഞാനും അതെ. അപ്പോൾ മൈ ജനറേഷൻ ഡിജിറ്റൽ ഹബ് തമാശ ബസാർ പവർഡ് ബൈ ജി പ്രോ അമേസിംഗ് സീലിംഗ് ഡിസൈൻസിൽ നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഞാൻ പറഞ്ഞതെല്ലാം ക്ഷമിച്ചു, എന്നോട് ക്ഷമിക്കും. ഞാൻ ഒറ്റ പ്രാവശ്യം കൂടെ ചോദിക്കുക, ഒന്ന് കെട്ടിയതാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എന്റെ ആവശ്യത്തിന് പണമുണ്ട്, എന്റെ പൊന്നമ്മ എന്റെ കൂടെ വരുവാണെങ്കിൽ സുഖമായിട്ട് ജീവിക്കാം. അല്ലെ ദൈവം നമ്പറാണ് നേരെ ഞാനിവിടെ കെട്ടി തൂങ്ങി ചാകും. എടാ പട്ടി ജോസഫേ, നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞോണെ ഒന്ന് നീ ചാവണം. എനിക്ക് ആ പന്തലായിരുന്നു സമാനം പറയാനാ. എനിക്ക് അങ്ങനെ ചാകാൻ പറ്റത്തില്ലെന്ന്. എന്റെ ഇൻഷുറൻസിന്റെ നോമിനിയായിട്ട് വെച്ചിരിക്കുന്ന പൊന്നമ്മേനെയാ. ഞാൻ ചത്താൽ ആ പൈസ മുഴുവൻ പൊന്നമ്മ കൊണ്ടുപോകുന്നു.